രണ്ട് വണ്ടി വിലക്കുറവ്. 2015-14 മോഡൽ 22 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 22,000 രൂപയ്ക്ക് 220 ഫാൻസ് താഴെ വന്നിട്ട് കമന്റ് ഇട്ടോളി. ഒരു ഹയാബൂസന്റെ മിനി ഹയാബൂസ പറയാം, സാധാരണക്കാരുടെ ഹയാബൂസ. और भाई हमारे किंग को देखा तो मैंने गाड़ी रुक के मैं अंदर रुका, फिर ये वीडियो बना रहे थे, फिर अंदर घुसा, मैंने गाड़ियाँ देखी, इनके पास अच्छा खासा कलेक्शन है नॉर्मल 4 स्ट्रोक गाड़ियों का. आप देख सकते हो सभी टाइप की गाड़ियाँ हैं. ഞാനാണ് മലയാളം പഠിപ്പിച്ചു കൊടുത്തോ, ഹിന്ദി മൂപ്പര് എനിക്ക് കുറച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ട് മലയാളമാണ് മൂപ്പര് കൂടുതൽ പഠിച്ചത്. ഹലോ ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരുപാട് വണ്ടി കളക്ഷനുമായിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. അതായത് CBR, അതുപോലെ തന്നെ 100, അല്ലെങ്കിൽ സ്കൂട്ടി മോഡലാണ് ഈ സ്കൂട്ടി, ബുള്ളറ്റ്, എല്ലാ വണ്ടികളും ബഡ്ജറ്റ് ആയിട്ട് വണ്ടി വേണോ, എല്ലാ വണ്ടികളും വണ്ടി കളക്ഷനുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ഗിവ് അവേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളെ യൂട്യൂബിൻ്റെ കാര്യങ്ങളിലേക്ക് അത്ര മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റ് തരാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളത് നമ്മൾ സന്തോഷമാണ്. എന്തായാലും നമുക്ക് തുടങ്ങല്ലേ. SR മോട്ടോഴ്സിലേക്കാണ് ഇന്ന് നമ്മൾ വന്നത്. ഒരുപാട് ബഡ്ജറ്റുള്ള വണ്ടികളുണ്ടോ? എങ്ങനെ ബഡ്ജറ്റിൽ എവിടെയും കിട്ടാതെ കൊടുക്കേണ്ടി ഇവിടെ. അതെ, നമ്മളെ ഒരുപാട് കസ്റ്റമർ നമ്മൾ താഴെ കമന്റ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ ഈ വീഡിയോ തന്നെ ഈ ഷോപ്പിൽ നിന്ന് തന്നെ കാണുന്ന ആളുകളായിട്ടുള്ള ആളുകൾ എന്തായാലും താഴെ വന്ന് കമന്റ് ഇടി. മാക്സിമം നിങ്ങളെ സപ്പോർട്ട് നമ്മളെ അറിയിക്കി, ലൈക്ക് അടിക്കി, സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ നടത്തി നമ്മളെ വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തുടങ്ങിയാലോ പൊളിക്കാം. നമ്മളെ ബഡ്ജറ്റുള്ള വണ്ടികൾ എങ്ങനെയാണ് വരുന്നത്? എങ്ങനെ പറഞ്ഞാൽ എവിടെയും കൊടുക്കാത്ത വിലക്ക് 2018 മോഡല് സ്കൂട്ടറൊക്കെ ലോ പ്രൈസിന് ഒരു 40 രൂപ വരും. അത് അതിന്റെ 50% ഓഫറിലാണ് കൊടുത്തത്. അതായത് 50% ഓഫർ എന്നാ 40 വണ്ടി 20 കൊടുക്കും നമ്മള്. 40 വണ്ടി 20. പിന്നെ അതുപോലെ തന്നെ ആക്റ്റീവ് ഒക്കെ ഓഫർ ഉണ്ട്. ആക്റ്റീവ് ഓഫർ ഉണ്ട്. 35 രൂപേന്റെ ആക്റ്റീവ് ഒക്കെ നമ്മൾ 20 രൂപ കൊടുക്കും. 35 രൂപേന്റെ ആക്റ്റീവ് 20 രൂപ കൊടുക്കണത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് കാണാം അല്ലേ. അപ്പൊ വണ്ടികൾ എവിടെയുള്ളത് സ്കിപ്പ് അടിക്കാതെ കണ്ടോളി. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ബെല്ലൈക്കൺ അമർത്താൻ മറന്നിട്ടുണ്ടെങ്കിൽ ബെല്ലൈക്കൺ അമർത്തിയോളി, സെറ്റ് ആക്കിയോളി, കൂടെ കൂടെ ബെനിഫിറ്റ് ഉണ്ടാവില്ലേ? എന്തായാലും ഉണ്ടോ? ഈ വീഡിയോ കണ്ടിരുന്ന ബെനിഫിറ്റ് ഉണ്ടാവില്ലേ? 100% ഉറപ്പാണ്. വണ്ടി ഇഷ്ടപ്പെടുന്ന, വലിയ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന, ക്യാഷ് ഇല്ലാത്തവരാണെങ്കിലും ക്യാഷ് ഉള്ളവരാണെങ്കിലും ഒക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം. അവരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിരുന്നോളി. നമുക്കിങ്ങനെ തുടങ്ങാം. CT 100 ആണെങ്കിലും, പ്ലാറ്റിന ആണെങ്കിലും, ജിക്സൺ ആണെങ്കിലും, ഗ്ലാമർ ആണെങ്കിലും, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന എക്സ്പൾസ് ആണെങ്കിലും, അല്ലെങ്കിൽ സ്പ്ലെൻഡർ ആണെങ്കിലും. സ്പ്ലെൻഡർ പഴയ മോഡലും പുതിയ മോഡലും ഉണ്ടോ? ഏതാണ്? ഒക്കെ പുതിയ മോഡൽ. ഓക്കെ, സ്പ്ലെൻഡർ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് വണ്ടിയാണ്, പാഷൻ പ്രോ വേണോ, എല്ലാവർക്കും പറ്റിയ വണ്ടികളുണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് തുടങ്ങാം അല്ലേ. പിന്നെ നമ്മളെ ഒരു വണ്ടി അവിടെ ഉണ്ട്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ ഗീവ് അവേ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വെക്കുന്നുണ്ടെങ്കിലും നമ്മളൊരു SSIT മാരുതി ജപ്പാൻ SSIT പറഞ്ഞ ഈ ഒരു വണ്ടി നമ്മൾ ഗീവ് അവേ വെച്ച വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ വണ്ടിയൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ്. നമ്മളെപ്പോലത്തെ ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതുപോലത്തെ വണ്ടികൾ സ്പോൺസർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ SR മോട്ടോഴ്സ് ഇതിന് മുന്നേ 220 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു വണ്ടി കൊടുത്തിട്ടുണ്ട്. 2 വണ്ടി നമ്മൾ തന്നെ ഗിവ് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ കൊടുക്കാൻ പ്ലാൻ ഇല്ലേ? നല്ല സംഭവം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റായി രേഖപ്പെടുത്തുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് എൻ്റെ വക സസ്പെൻസ് ആണ്. അത് നിങ്ങൾ സ്ഥിരം വരുന്ന എൻ്റെ വീഡിയോൻ്റെ താഴെ കമന്റ് ഇട്ടാൽ മാത്രം മതി. ഞാൻ ഇനി സെലക്ട് ചെയ്യാൻ പോവാണ് എൻ്റെ താഴെ കമന്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നും ഗിഫ്റ്റ് തരാൻ വേണ്ടി. പക്ഷേ ഞാനത് ഇന്ന വീഡിയോയിൽ ഇങ്ങനെ റൂള് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് നമ്മളെ വീഡിയോക്ക് ഷെയർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമ്മൾ തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് ഇവിടെ വരുന്നത് CT 100 അല്ലേ? CT 110 മൈലേജ് 70 മേലെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 2020 മോഡൽ ഡെലിവറി ബോയ്സിന് പറ്റിയ വണ്ടി. ഡെലിവറി ബോയ്സിന് നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. എങ്ങനെയാണ്? 2020 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 47,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 48,000 രൂപയാണ് ചോദിക്കുന്നത്. ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഒരു 10 രൂപ നമുക്ക് ഫിനാൻസിന് ഇറക്കാം. 10 രൂപ ഇറക്കാം. നമ്മൾ ഗ്യാരണ്ടി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താലോ? ഗ്യാരണ്ടി പറഞ്ഞാൽ നമ്മളിവിടുന്ന് വണ്ടി എടുത്താൽ വണ്ടി കൊണ്ടുപോയി എന്ത് കംപ്ലൈന്റ് നമ്മൾ തീർത്തു കൊടുക്കും. വണ്ടീന് എന്ത് കംപ്ലൈന്റ് തീർത്തു കൊടുക്കും. അതിന് എത്ര ദിവസം കാര്യങ്ങൾ അങ്ങനെ 10-15 ദിവസത്തിനുള്ളിൽ വരികയാണെങ്കിൽ നമ്മൾ നിലവിൽ ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ഈ 15 ദിവസത്തിനുള്ളിൽ എന്ത് കംപ്ലൈന്റ് നമ്മൾ നോക്കി പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യും ചെയ്യാം. വണ്ടി എടുത്താൽ മതി. ചെക്ക് ചെയ്ത് നിങ്ങൾ കാണാത്ത കംപ്ലൈന്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു 2 ദിവസം 3 ദിവസം 10 ദിവസം കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാക്കി തരുന്ന. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഗ്ലാമർ ബ്ലാക്ക് കളർ എത്ര 2022 മോഡൽ കുറച്ച് കൊടുക്കണം. നമുക്ക് ഒരുപാട് ഓഫറുകൾ 2022 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 63 രൂപയാണ്. ഫ്രഷ് എത്ര വരുന്നത്? ഫ്രഷിന് 110 110 ഫ്രഷ് വരുന്നത് ഏകദേശം. ഓക്കെ, അതുപോലെ തന്നെ CT 110 വീണ്ടും ഒരു വണ്ടി ഡെലിവറി വണ്ടിയാണ്. 20 മോഡൽ സെയിം പ്രൈസ് 48 രൂപയാണ്. 48 രൂപ. ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും അതേ കളർ വേറൊരു വണ്ടി 2022 മോഡൽ. ഓക്കെ, എത്ര ചോദിക്കുന്നത്? 55 രൂപ. 55 രൂപ. ഓക്കെ, അതുപോലെ തന്നെ ഗ്ലാമർ 19 മോഡല് കാർപ്പറ്റർ ഉള്ള മോഡല്. ഇത് റയർ ആയിട്ട്
കുറഞ്ഞു വരുന്നുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ടറിനായിട്ട് മാർക്കറ്റ് കാർപ്പറ്റുകളാണ്. നമ്മള് 49 രൂപ. 49 ഫ്യൂൽ ഇഞ്ചക്ടറിന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് അഥവാ കേട് വന്നാലും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ജിക്സർ 2022 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. SF150 അല്ലേ? നല്ല അടിപൊളി വണ്ടിയാണ്. നല്ല അടിപൊളി വണ്ടിയാണ്. ഒരു ഹയാബൂസന്റെ മിനി ഹയാബൂസ പറയാം, സാധാരണക്കാരുടെ ഹയാബൂസ എന്നൊക്കെ അറിയാം. ഓക്കെ, നമുക്ക് എത്ര 2022 മോഡൽ 1 lakh ആണ് ചോദിക്കുന്നത്. ടയർ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഷോപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ അധിക വണ്ടികളും നല്ല വൃത്തിയോടെ ക്വാളിറ്റിയോടെയാണ് ഇവിടെ വെക്കാറ്. പിന്നെ ടയറിലേക്ക് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വണ്ടിയുടെ മെക്കാനിക്കൽ എല്ലാ വണ്ടിയും ഏകദേശം സിംഗിൾ ഓണറാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ നോക്കിയോളി ഇതിന്റെ ടയർ ആണെങ്കിലും എല്ലാ ടയറാണ്. എന്തെങ്കിലും ടയറിലോ കമ്മി ഉണ്ടെങ്കിൽ പുതിയത് ചെയ്തു ബാറ്ററിയുടെ ഒക്കെ പുതിയ സെക്കൻഡ് ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ജിക്സർ SFN ഒരു ബ്ലാക്ക് കളർ എത്ര ചോദിക്കുന്നത്? ഇത് 1 lakh ആണ്. 2 വണ്ടി 1 lakh ആണ് ചോദിക്കുന്നത്. 2 വണ്ടി നെഗോഷ്യബിൾ ആണ്. ഇതൊന്നും ചോദിക്കുന്ന കാര്യമില്ല, കുറയുന്ന. അതുപോലെ തന്നെ 220 ഫാൻസ് താഴെ വന്നിട്ട് കമന്റ് ഇട്ടോളി. നിങ്ങൾക്ക് വേണ്ടി ഒരു 220 ഒന്നുമില്ല, ഇനിയുണ്ടോ വേറെ? ഒറ്റ പീസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൊണ്ടേക്കോളി. 2016 മോഡല് വെറും 28,000 കിലോമീറ്റർ ഓടിയ വണ്ടി 42,000 രൂപ ചോദിക്കുന്നുള്ളൂ. 42,000 രൂപ ചോദിക്കണുള്ളൂ എന്നാ പറഞ്ഞത്. ഫിനാൻസും കാര്യങ്ങളും കിട്ടൂലേ? ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ റോയൽ എൻഫീൽഡ് ഹണ്ടർ നമ്മൾ ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡൽ വണ്ടി കൂടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണോ അത്? സിംഗിൾ ഓണർ 2022 മോഡൽ 23 2 മാസം വെറും 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹണ്ടറിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഹണ്ടറിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കൂടിയാണ്. നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി ഫുൾ സെറ്റ് ആണ്. ഫുൾ സെറ്റ് വണ്ടിയാണ്. കണ്ടീഷൻ വണ്ടിയാണ്. എങ്ങനെയാണ് നമുക്ക് ഓഫർ ഉണ്ടോ? നാക്കിലാണ് കൊടുത്താലും കിട്ടാത്ത പ്രൈസിലാണ് കൊടുത്താൽ ഒരു 1,700 കൊടുക്കും. നമ്മൾ 1,700 ഇനി വരുന്നവർക്ക് കുറച്ച് കൊടുക്കും. ഇനി കുറച്ച് കൊടുക്കണമെങ്കിൽ എന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് കുറക്കണം. ഇനി കുറക്കാം. എന്റെ വീഡിയോ കുറക്കണം. ഇനി കുറക്കാം. ഉറപ്പാണോ? ഉറപ്പാണ്. 1,60 ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞോളി. 1,68 67 കൊടുക്കാം. 60 കൊടുക്കാം. 2023 രണ്ടാം മാസം വണ്ടി. ടയർ കാര്യങ്ങൾ ഫുൾ ഓക്കെയാണ്. വെറും 7000 കിലോമീറ്റർ ഓടിയ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഫുൾ സെറ്റ് വണ്ടി. വെറും 1,67 ഈ പ്രൈസിൽ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ഇടി. ഈ വണ്ടി ഈ പ്രൈസിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ഇടി. ഫുൾ ലോഡ് വണ്ടിയാണ്. പിന്നെ വണ്ടിക്ക് സ്ക്രാച്ച് കാര്യങ്ങൾ ഒന്നുമില്ല. ഫുൾ നീറ്റ് വണ്ടി. ഓക്കെ, വരട്ടെ. അതുപോലെ തന്നെ SSIT ഇത് നമ്മൾക്ക് കൊടുക്കാനുള്ള ഇതിന് ഡെലിവറി ഉടനെ നമ്മൾ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് യമഹന്റെ ഈ ഒരു വണ്ടിയാണ് എത്ര ചോദിക്കുന്നത്? റേസഞ്ചാറാണ്. 60 വരെ മൈലേജ് വരുന്ന വണ്ടിയാണ്. 2021 വണ്ടിയാണ്. എവിടെയും കിട്ടൂല 68 രൂപയ്ക്ക്. എവിടെയും കിട്ടില്ല. എവിടെയും കിട്ടില്ല എന്ന് പറയാം. എന്നാ നമുക്ക് നോക്കാം. നമുക്ക് നല്ല നേക്കൽ വണ്ടിയാണ്. ഫിനാൻസ് ആണെങ്കിൽ 10 രൂപ. ഓക്കെ, അതുപോലെ തന്നെ യമഹന്റെ ഫാസിനോ എന്ന് പറഞ്ഞ മോഡലാണ്. അത്യാവശ്യം മൈലേജ് ഉള്ള ഹൈബ്രിഡ് വാഹനമാണ്. അത്യാവശ്യം 60 മൈലേജ് വരുന്ന വണ്ടിയാണ്. 2021 മോഡലാണ്. 71 രൂപയാണ് ചോദിക്കുന്നത്. 71 രൂപയാണ് ചോദിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫാസിനോ വീണ്ടും 2022 മോഡല് 78 രൂപയാണ് ചോദിക്കുന്നത്. 78 രൂപ. ഓക്കെ, അതുപോലെ തന്നെ ആക്റ്റീവ് ആണോ? വണ്ടികളാണ്. വിലക്കുറവ് വന്നോളെ. ഇതാ കൊണ്ടേക്കോളി. 2015 16 രണ്ട് വണ്ടി വിലക്കുറവ്. 2015 14 മോഡൽ. 22 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 22,000 രൂപയ്ക്ക് ഈ ഒരു ആക്റ്റീവ രണ്ടും നിങ്ങൾക്ക് രണ്ടും അല്ലല്ലോ, ഒരു വണ്ടി അല്ലേ? ഓക്കെ, ഓരോ വണ്ടി വെച്ച് 22,000 രൂപയ്ക്ക് നമുക്ക് കൊണ്ടുപോവാം. എവിടെയെങ്കിലും കിട്ടുമോ? 15 14 മോഡൽ വണ്ടി എവിടെയും കിട്ടൂല. 15 14 മോഡൽ എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ലല്ലോ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണ്. നമ്മൾ വീണ്ടും പൊട്ടിച്ചു. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇന്ന് പൊളിക്കും. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തോളി. നിങ്ങളെ വണ്ടി ഇഷ്ടപ്പെടുന്ന, വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്തോളി. ലൈക്ക് അടിച്ചോളി. ഓഫർ കഴിഞ്ഞിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഓഫർ കൊടുക്കുന്നത്? സ്പൾബർ വീഡിയോ ചെയ്യണം. നമ്മൾ നിലവിൽ ഈ വണ്ടിക്ക് 30-32 ചോദിക്കുന്ന വണ്ടി. അപ്പൊ സ്പൾബർ എന്ന് പറഞ്ഞ വണ്ടി കുറക്കണം കുറയട്ടെ. നമ്മളെ വീഡിയോ കാണാൻ നമ്മൾക്ക് കഞ്ഞി പിടിച്ചു പോകണം. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ 2-3 ദിവസം മുന്നേ ഈ വണ്ടിക്ക് വില വെച്ച് ഈ വീഡിയോ കാണും. ഒരു വണ്ടി ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ പല മൈൻഡുള്ള ആളുകളുണ്ടാവും. ചെറിയ കുറഞ്ഞ പൈസ ഉള്ള ആളുകളുണ്ടാവും. എങ്ങനെയെങ്കിലും ഫിനാൻസിന് ഇട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ഒരു വണ്ടി എന്നുള്ളത് പലരുടെയും സ്വപ്നമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നതാണ്. നമ്മളൊക്കെ കുട്ടിക്കാലം നമ്മൾ ഓർമ്മ വന്നിട്ടാണ് നമ്മൾ ഈ വണ്ടികൾക്കൊക്കെ മാക്സിമം വില കുറച്ച് സൈക്കിൾ കിട്ടാൻ ആഗ്രഹിച്ചിട്ട് സൈക്കിളുള്ള പൈസക്കാരുടെ മക്കളെ ബാക്കിൽ കയറിയിട്ട് ലിഫ്റ്റ് അടിക്കുന്ന ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. അവർ ഉന്തി കൊടുത്തിട്ട് അവരെ കയറ്റി പോകുന്ന ആ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. നിങ്ങളെ മൈൻഡിൽ അങ്ങനത്തെ ഒരു കുട്ടിക്കാലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ഫീൽ നിങ്ങൾക്കും മൈൻഡിൽ വരും. അതായത് നമ്മൾ ആ കണ്ടിമാങ്ങ പ്രായത്തിൽ ആ ഒരു കാലം ഉണ്ടല്ലോ. അതായത് നമ്മൾ
നമ്മൾ കുട്ടികളായി നിൽക്കുന്ന നേരത്ത് നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല, നമ്മുടെ ഫാദറിൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ള പൈസ ഉള്ള ആളുകളെ മക്കളെ ബാക്കിൽ കയറിയിട്ട് ഒന്ന് വണ്ടിമേ കയറ്റും. അപ്പോൾ അവർ പറയും എടാ കാറ്റില്ലടാ, വണ്ടിയിൽ കാറ്റില്ല, ടയറിൽ ഇതില്ല, അല്ലെങ്കിൽ ഇത് കോടിടാ, കേട് വരിടാ, അങ്ങനെയൊക്കെ പറയുന്നൊരു ഫീൽ അത് നമുക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ വീഡിയോ കാണുന്ന ആളുകളിൽ ഇതുപോലത്തെ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, വണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും വണ്ടി എത്തട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ വലിയൊരുനാളായിട്ട് വലിയ ഓഫർ. ഈ വലിയ പെരുന്നാൾക്ക് നിങ്ങൾക്ക് വമ്പൻ ഓഫറാണ് തരാൻ പോകുന്നത്. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് നേരെ വന്നോളി SR മോട്ടോഴ്സിലേക്ക്. യെസ്, അതുപോലെ തന്നെ 19 മോഡൽ ഡെസ്റ്റിനി എത്ര ചോദിക്കുന്നത്? സിംഗിൾ ഓണർ വണ്ടി 40 രൂപ നെഗോഷ്യബിൾ ആണ്. ഓക്കെ, നമ്മൾ ഈ വില പറയുന്നത് പറഞ്ഞാലേ പലതും പല പ്രൈസ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് വാങ്ങണ്ടേ, പക്ഷേ നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സോൾഡ് ആയി. ഓക്കെ, നെക്സ്റ്റ് 2022 മോഡൽ. ഓക്കെ, എത്ര നമ്മളിത് 70 രൂപ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ജുപിറ്റർ 2022 മോഡൽ എത്ര ചോദിക്കുന്നത്? ഇത് നമ്മള് ലാസ്റ്റ് നമുക്ക് 85 രൂപക്ക് നമുക്ക് കൊടുക്കാം അല്ലെ. അതുപോലെ തന്നെ റെഡ് കളർ 2023 മോഡൽ വെറും 2200 കിലോമീറ്റർ 2200 കിലോമീറ്റർ അല്ലേ? 89 രൂപക്ക് കൊടുക്കോ? അത് കൊടുക്കില്ല, അപ്പുറത്തെ ഷോപ്പിൽ ആൾതാട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ സ്പ്ലെൻഡർ ഉണ്ട്. അങ്ങനെ ഒട്ടനവധി വണ്ടികൾ. ഇതൊരു വെറൈറ്റി വണ്ടി വേറെ ഉണ്ട്. ഇത് ഓഫർ ഉണ്ടോ? ഓഫറിലുള്ളൂ. ഇത് ഓഫർ ഉണ്ടോ? കിട്ടാത്ത പ്രൈസ് P250. യെസ്, പൾസറിന്റെ P250 അത്യാവശ്യം ടോപ്പ് വണ്ടിയാണ്. അതായത് 220 എന്ന് പറയുന്ന സെഗ്മെന്റിൽ നിന്നും ചെറിയൊരു ഡിസൈനിൽ മാറ്റം വന്നിട്ട് ഇതിന്റെ ഈ ഫ്രണ്ടിലെ ലുക്ക് മൊത്തത്തിലൊരു മാറ്റം വന്നിട്ട് ABS കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു മോഡൽ വണ്ടി കൂടിയാണ്. ഹൈ പവറാണ്. ഞാൻ ഈ വണ്ടി ഓടിച്ച ഒരാളാണ്. വണ്ടി ഓടിക്കാനോ കാര്യങ്ങൾക്ക് ഒന്നും ഒരു കുറവില്ല, ഒരു കുറ്റമില്ല. ഫുൾ സെറ്റ് വണ്ടിയാണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇതിന്റെ ഒരു ഡിസൈനിന്റെ ഒരു ചെറിയ വിഷയം മാത്രമേ ഉള്ളൂ. എങ്കിൽ ഈ വണ്ടി ഓടിക്കാനുള്ള കംഫർട്ട് ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ്. എടുക്കണോന് യൂസ് ചെയ്യാനാണോ ഇത് കൊണ്ടുപോയിക്കോളൂ. ഇത്രയും പ്രൈസ് ബഡ്ജറ്റിൽ വേറെ എവിടെയും കിട്ടുമോ? ഇതിന്റെ റേറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യയിൽ കിട്ടില്ല എന്നാണ്. ഈ സെക്കൻഡ് ഹാൻഡ് ഇന്ത്യയിൽ ഈ വിലക്ക് 1,95,000 രൂപ വരുന്ന വണ്ടിയാണ് പുതിയ വണ്ടി. വെറും 1,10,000 രൂപയ്ക്കാണ് കൊടുക്കുക. 1,10,000 രൂപയ്ക്ക് ഈ ഇത്രയും മോഡൽ 2022 ലാസ്റ്റ് വണ്ടി വെറും 23 മോഡൽ തന്നെ അല്ലേ? കിലോമീറ്റർ ഓടിയ വണ്ടി. ഫുൾ കമ്പനി സർവീസുള്ള വണ്ടി. കമ്പനി പുത്തൻ ടയർ, 2 പുത്തൻ ടയർ ഇട്ടിട്ട് ആകെ വെറും 500 കിലോമീറ്റർ ഓടി ഓടിയിട്ടില്ല. മാക്സിമം ഷെയർ ചെയ്തോളി. ഒരു വണ്ടി ആഗ്രഹിക്കണോന് മാക്സിമം ഷെയർ ചെയ്തോളി. പവറിൽ നമ്മൾ ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റിയ നല്ല അടിപൊളി മാരകമായി പവർ പവർ ഉണ്ടെന്ന്. അതിന്റെ എഞ്ചിൻ നല്ല സ്മൂത്ത് ആണ് കേട്ടോ. എഞ്ചിൻ നല്ല സ്മൂത്ത് ആണ്. 1,10,000 250 cc വണ്ടി ഏതാ കിട്ടുക? അത് 22 മോഡൽ. ഫിനാൻസ് ആണെങ്കിൽ എത്ര കിടക്കാം നമുക്ക്? ഫിനാൻസ് ആണെങ്കിൽ 10-20 രൂപ. 10 രൂപ ഫിനാൻസ് നമുക്ക് മക്കളെ കൊണ്ടുപോവാം. ഓക്കെ, അതുപോലെ തന്നെ എക്സ്പ്രസിന്റെ ഡ്യൂക്കിന്റെ അങ്ങനെ അവെഞ്ചറിന്റെ MT-യുടെ ഒക്കെ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ കാണാണ്ട് അതിന് മുന്നോടിയായിട്ട് നമുക്ക് സ്പ്ലെൻഡർ അങ്ങനെ കുറച്ച് വണ്ടികൾ ഈ സൈഡിലേക്ക്. ഇതൊരു വെറൈറ്റി ഹീറോന്റെ സ്പ്ലെൻഡർ ആണോ? HF Deluxe. ഓ, HF Deluxe ആണോ? 2023 ലാസ്റ്റ് വണ്ടി. ഇങ്ങോട്ട് വരി. ക്യാമറ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഈ നമ്പർ പ്ലേറ്റിന്റെ ബാക്കിൽ വരെ സ്റ്റിക്കർ പോയിട്ടില്ല മക്കളെ. വണ്ടി എത്രയാണ് നമുക്ക് ചോദിക്കുന്നത്? 5,400 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 5,400 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 70 രൂപയാണ് ചോദിക്കുന്നത്. 70 മുള്ളു പോലെ പോവാത്ത ടയറാണ്. ഓക്കെ, 70 രൂപ ചോദിക്കുന്നത്. ഷോറൂം പുതിയതിനാണെങ്കിൽ എത്ര വരുന്നത് പറഞ്ഞെടുത്താൽ. ഇതൊക്കെ പഴയ കുറച്ച് കാലം മുന്നേ കാണുമ്പോൾ നമുക്ക് 70 രൂപക്ക് നമുക്ക് പുതിയത് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പൊ പുതിയത് കിട്ടൂല. പുതിയതിന് 1,90,000 അതിന്റെ ഇടയിലുള്ള റേറ്റ് ആണ് വരുന്നത്. നല്ല വണ്ടിയാണ്. അപ്പൊ കൊടുക്കില്ല പ്രൈസ് ഫിനാൻസ് 70 രൂപയ്ക്ക് നമ്മൾ കൊടുക്കല്ലേ? ഇതൊക്കെ റെഡി പൈസ റെഡി പൈസ ഒക്കെ ആണോ നിങ്ങൾ എടുക്കുന്നത്? ഇങ്ങോട്ട് വരും. ഈ ഫില്ലറിനെ പുറത്ത് കൊണ്ടേ. ഓക്കെ, റെഡി പൈസ ഒക്കെ ആണോ നിങ്ങൾ എടുക്കുന്നത്? ഇതൊക്കെ ലാഭമാണ്. നിങ്ങൾ ഫിനാൻസിനാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ചെറിയൊരു നഷ്ടമില്ല. അത് നമ്മൾ അത്രയും നമുക്ക് ഫിനാൻസ് ഗ്യാപ്പ് കിട്ടുന്നുണ്ടല്ലോ. നഷ്ടമൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ അത്രയും ഇടവേള നമുക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, അതുപോലെ തന്നെ 2022 മോഡൽ സ്പ്ലെൻഡർ. യെസ്, സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് കയറി എടുത്ത് ചാടിച്ച് കൊണ്ടുപോകാൻ പറ്റിയൊരു മോഡൽ വണ്ടി കൂടിയാണ് കേട്ടോ. എത്രയാണ് നമുക്ക് ചോദിക്കുന്നത്? വെറും 14,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ പറയേണ്ട ആവശ്യമില്ല. പറയണ്ട. ഓക്കെ, എന്നാലും അത്യാവശ്യം എല്ലാ വണ്ടികളും സിംഗിൾ ഓണർ ആയതുകൊണ്ട് 67 രൂപയാണ് ചോദിക്കുന്നത്. 67 രൂപ. നമ്മൾ 72 കൊടുത്തിട്ട് വണ്ടി. ഇപ്പൊ നമ്മൾ വലിയ ഓഫർ. സ്പ്ലെൻഡറിന് ഒരു പാട്ടുണ്ട്. അത്രയും ഫാൻസ് ഉള്ള വണ്ടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു മോഡൽ വണ്ടി ആയിരിക്കും മിക്കവാറും ഇത് സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു നോക്കി. 2 ദിവസം മുന്നേ വീഡിയോ 4 വണ്ടിയും പോയി. അതാണ് പവറേജ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഗ്ലാമർ അല്ല സോറി പാഷൻ പ്രോ. ഇത് ഗ്ലാമർ ഏകദേശം ചെറിയൊരു മാറ്റം. 22 മോഡൽ
എത്ര ചോദിക്കുന്നത്? ഇത് വെറും ഇതും സെയിം 67 രൂപയാണ്. 67 രൂപയാണ്, സെയിം 67 രൂപയാണ് ചോദിക്കുന്നത്. അതായത് ഇതിന് കൊടുക്കുന്ന സെയിം 67 നോട്ടുണ്ടല്ലോ, ആ നോട്ടിന് എന്തിനും കൊടുത്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 2023 വീണ്ടും ജനിച്ചു. ഓക്കെ, വീണ്ടും ജനിച്ചു. ഞാനൊരു തമാശ പറഞ്ഞപ്പോ മൂപ്പര് വേറൊരു കൗണ്ടർ അങ്ങോട്ട് ഇട്ടു. ഓക്കെ, കളിക്കൂ. ജനിപ്പിച്ച വണ്ടിയാണ്. വെറും 4196 കിലോമീറ്റർ ഓടിയ വണ്ടി. 80,000 രൂപയാണ് ചോദിക്കുന്നത്. ഓൺറോഡ് എത്ര വരുന്നുണ്ട്? 110 വരുന്നുണ്ട്. 2023 മോഡലാട്ടോ. 2023 മോഡലാട്ടോ. ഓക്കെ, CT 110X 2023 മോഡൽ. വെറും 4900 കിലോമീറ്റർ ഓടിയ വണ്ടി. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. ചെറുവണ്ടികളിലെ ഈ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണിത്. കാരണം ഇതിന്റെ ഈ ഫ്രെയിം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാം, ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാം, ഈ സൈഡിലും സാരി ഗാർഡിന്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ സൈഡിലും വണ്ടി വീണാലും പറ്റൂല. അതുപോലെ തന്നെ ഓഫ് റോഡിലാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. സാധാരണക്കാരന്റെ ഒരു ഓഫ് റോഡ് 80 വരെ മൈലേജും കിട്ടും. അതെ, 80 വരെ ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ മീൻ കച്ചവടക്കാരൊക്കെ ഇതിൽ ബോക്സ് കയറ്റിയിട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കാണാറുണ്ട്. അതായത് ഒരു സാധാരണക്കാരന്റെ ബഡ്ജറ്റ് വണ്ടിയായി. അതുമല്ല, റൈഡർമാർ വരെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. റൈഡർമാർക്ക് നമ്മളങ്ങനെ പലരും പറ്റി അങ്ങനെ പറയില്ല കേട്ടോ, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. സാധാരണക്കാരനാണ്. അതെ, ഓക്കെ. 65 രൂപയാണ് ചോദിക്കുന്നത്. 2023 മോഡലാട്ടോ. വെള്ളത്തുണി കുപ്പായി വിട്ടാണ് അങ്ങനെയും പോകാതിമേ, അതിന് അത്രയും സ്റ്റാൻഡേർഡ് വണ്ടി കൂടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഈ 3 വണ്ടി 2022. അതേ സാധനം. ഇത് ഒരുപാട് പറയാനുണ്ടല്ലോ അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് പറയാം. 2022 3 വണ്ടി ഒക്കെ 60 രൂപ ചോദിക്കുന്നത്. 60 മത്തി പോലെ വിൽക്കണം. ഒക്കെ 60 ഒക്കെ സിംഗിൾ ചെറിയ ഒക്കെ 15,000 താഴെ ഓടി വണ്ടികളാണ്. ഓക്കെ, ഇനി മത്തിയെ തളർത്തിന്ന് പറയോ? മത്തി നല്ല മീനാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട മീൻ. 300 രൂപയാണ്. അല്ലോ, പണി പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ 2-3 വണ്ടികൾ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം, പറയണ്ടേ? ഓക്കെ, ഇത് പറയണ്ടല്ലേ? ഓക്കെ, ഇവിടെ ഒരു വണ്ടി ഉണ്ട്, നിലവിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന 2022 CD 110. ഓക്കെ, എത്ര? നല്ല അത്യാവശ്യം 70 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് നമ്മൾ 55 രൂപ. 55 രൂപ ചോദിക്കുന്നത്. ഓക്കെ, പൾസർ 150 2022 മോഡൽ. ഓക്കെ, ഇത് നമ്മൾ 89 രൂപ ചോദിക്കുന്നത്. അതുപോലെ തന്നെ പൾസർ 125 പൾസറിലായിരിക്കും എന്റെ അഭിപ്രായം ഏറ്റവും കൂടുതൽ മോഡലുകൾ ചേഞ്ച് ആയിട്ട് വന്നത്. അതായത് പൾസർ എന്ന് പറഞ്ഞ ഒരു പേരുണ്ടല്ലോ, ആ ഒരു ബാഡ്ജ് അത്രയും മാർക്കറ്റിൽ ഇടാൻ നേടിയ ഒരു വണ്ടിയാണ്. നമ്മളെ കാലത്ത് ഇന്ത്യന്റെ റോഡിലെ വണ്ടികളുടെ മുഖച്ഛായ മാറ്റിയ സാധനമാണ് പൾസർ. സ്റ്റണ്ടിങ്ങിന് നമ്മളൊക്കെ സ്റ്റണ്ടിങ്ങിന് പോയ ആൾക്കാരല്ലേ. SR മോട്ടോഴ്സിലെ സലാം എന്ന് പറഞ്ഞാല് എന്താ ബാസ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ പഴയ ടീമിനെ അറിയാം. നമ്മളെ അങ്ങാടികളില് പൂരമാണെങ്കിലും നമ്മളെ അതുപോലെ സ്റ്റണ്ടിങ് ഫുട്ബോള് ഗ്രൗണ്ടുകളിൽ നമ്മളെ മുർഷിദ് ബാൻഡോസ് എന്ന് പറഞ്ഞ ടീം, അതുപോലെ തന്നെ HDR Z മോഡൽസ് എന്ന് പറഞ്ഞ സ്ഥാപനം, അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. വണ്ടിന്റെ ഒരു ഫീൽഡ് കൂടെ വന്ന അതുകൊണ്ടാണ് നമ്മൾ വണ്ടിന്റെ ആ ഒരു ലൈഫാണിത്, നമ്മളെ ലൈഫാണ്. നമ്മളും അതേപോലെ തന്നെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കണ്ട് കുളിർമ ഏകുന്ന ഒരു സംഗതിയാണ് സ്റ്റണ്ടിങ് പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ. 2022 മോഡൽ സിംഗിൾ ഓണർ വെറും കിലോമീറ്റർ ഓടി. സ്റ്റിക്കർ പറിച്ചിട്ടില്ല. ഓക്കെ, ഓക്കെ, മോഡൽ കാണാല്ലേ, നമ്പർ കാണാല്ലേ. 16,000 കിലോമീറ്റർ. ഓക്കെ, 16,000. ഈ സ്റ്റിക്കർ ഒന്നും പറിച്ചിട്ടില്ല. കസ്റ്റമർ അത്രയും ഫ്രഷിൽ കൊണ്ടുവരുന്ന വണ്ടിയാണ്. നോക്ക് 22 മോഡൽ 125 ആണ്. 77 രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ജൂപ്പിറ്റർ ആണെങ്കിൽ 2023 മോഡൽ. ഓക്കെ, എത്ര കൊടുക്കും? ഇത് നമുക്ക് 80 രൂപ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഓഫർ വിലക്ക് എടുക്കാൻ പോണ മാസ്ട്രോ, ഇത് നമ്മൾ പറയാം. അടക്കട്ടെ. അത് പറയുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് വണ്ടികളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അവെഞ്ചർ അല്ലേ? അവെഞ്ചർ സ്ട്രീറ്റ് ആണോ അത്? ഓക്കെ, 150 സ്ട്രീറ്റ് എത്രയാണ് ചോദിക്കുന്നത്? 2019 മോഡൽ നമ്മൾ 55 രൂപ. 55 രൂപ. ക്യാമറ കൂടെ എത്താൻ കുറച്ച് ലേറ്റ് ആയോ? ഓക്കെ, കുഴപ്പമില്ല, അത് സാരല്ല. ഓക്കെ, അതുപോലെ തന്നെ ലോങ് റൈഡിന് ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ്. ബൈക്കിൽ നമ്മൾ ആദ്യം ഈ അവെഞ്ചറിന് മുന്നേ നമ്മൾ കണ്ടിട്ട് ഒരു വണ്ടി ഉണ്ടായി. ഈ വണ്ടിന്റെ പ്രത്യേകത ഇത് കാണാൻ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലും ഇത് വണ്ടി ഓടിച്ചു പോയാ എന്തൊരു സുഖം എന്റെ വണ്ടി. എൻഡേസർ പറഞ്ഞ വണ്ടി എനിക്ക് ഓർമ്മ. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് യമഹ എൻഡേസർ പറഞ്ഞ സാധനം അത് നിർത്തിയ സമയത്താണ് ഈ അവെഞ്ചർ. ഈ അവെഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർലി ഡേവിഡ്സന്റെ ഒക്കെ ഏകദേശം ഒരു ലുക്കിൽ വരുന്ന വണ്ടി. എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് എന്ന് പറഞ്ഞ ആൾക്കാരെ ചോദിച്ചു പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. MT എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ലുക്കും ബ്ലാക്ക് ആണ്. പക്ഷെ മറ്റു വണ്ടിയെ തളർത്താൻ പറ്റില്ല. MT എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. എങ്ങനെയാണ് 2022 മോഡൽ? ഓക്കെ, സിംഗിൾ ഓണർ 22,000 കിലോമീറ്റർ. പുത്തൻ ഡയറക്റ്റ് വണ്ടിയാണ്. എത്ര കൊടുക്കും? ഡയറക്റ്റ് വണ്ടിയാണ്. ടയറിട്ട വണ്ടിയാണ് അങ്ങനെയാണോ അതോ ടയറുള്ള വണ്ടിയാണോ? ടയറിട്ടതാണ്. ടയറിട്ടതാണ്. മൊബൈൽ ഹോൾഡർ ഉണ്ട്. എല്ലാ ഹൈ
ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ 1.65 ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് ആണ് 40 രൂപ ഉണ്ട്. ഇത് നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഇടയിൽ സ്വകാര്യമായിട്ട് കേട്ടിട്ടില്ല. അതെ അത് കേട്ടാ മതി. പിന്നെ ഡ്യൂക്ക് എത്രയാണ് ചോദിക്കുന്നത്? ഷോറൂം കണ്ടീഷൻ അതായത് ഷോറൂമിൽ ഡെലിവറി എടുത്ത് വരികയാണോ? നേരെ ഡെലിവറി എടുത്ത് വരുന്നവർക്ക് കൊണ്ടുപോകാം. മൈന്യൂട്ട് സ്ക്രാച്ച് കാണാൻ കഴിയില്ല. അതാണ് അതിന് പറഞ്ഞതിന് ഉദ്ദേശം കേട്ടോ. ഓക്കെ എത്രയാണ് നമുക്ക് ചോദിക്കുന്നത്? കിലോമീറ്റർ നോക്കാം. ഓക്കെ എത്രയാണ് കിലോമീറ്റർ? 12,000 കിലോമീറ്റർ. ഓക്കെ 2023 മോഡൽ സിംഗിൾ ഓണർ, 2 അത്യാവശ്യം ക്വാളിറ്റി ടയർ, ബാക്ക് ടയർ കമ്മിയാണ് നമ്മൾ പുതിയതായിട്ട് മാറ്റി കൊടുക്കുക. അല്ലാതെ അതിൽ വേറെ വർത്താനൊന്നുമില്ല. ഓക്കെ എത്ര ക്വാളിറ്റി ആണ് അതിന്റെ പൈസ കുറച്ച് എത്ര കൊടുക്കും? ഇത് മുറിച്ചു കൊടുക്കും. 1.85 ചോദിക്കുന്നത്. ഇനി സ്പൾബറിന്റെ കസ്റ്റമർ വരികയാണെങ്കിൽ നമ്മൾ നല്ലോണം കുറച്ച് കൊടുക്കും. നല്ലോണം പറഞ്ഞാൽ അത് നല്ലോണം കുറച്ച് നേരെ വന്നോളി. നമ്മളെ ലൊക്കേഷൻ മറക്കണ്ട കേട്ടോ. നമ്മളെ ലൊക്കേഷൻ മറക്കണ്ട. ലൊക്കേഷൻ പറഞ്ഞാൽ ഈ മുതൽ കൂടി എല്ലായിടത്തും ഉണ്ടാവില്ല. ചിലപ്പോൾ കേരളത്തിലെ 1-2 ഷോറൂമിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ അങ്ങനെ കൊടുക്കൂല. വിസ്ട്രോം അല്ലത് വിസ്ട്രോം എന്ന് പറഞ്ഞാൽ ഏതാണ്? മോഡലിനെ പറ്റി അറിയാഞ്ഞിട്ടാണ്. വിസ്ട്രോം അല്ലത്? എത്ര ചോദിക്കുന്നത്? ഇത് നമ്മള് 2.80 പുതിയ വിലയുള്ള വണ്ടിയാണ്. 2.80 പുതിയതാണെങ്കിൽ 22 മോഡൽ 23 രണ്ടാം മാസം വണ്ടിയാണ്. 23 രണ്ടാം മാസം 50,000 കുറച്ചാൽ മതി. നമ്മള് 50,000 ഷോറൂം 50,000 ഒക്കെ കുറച്ചോ. നമ്മൾ 1 ലക്ഷം കുറച്ചും കൊടുക്കും. പുതിയ വണ്ടിയാട്ടിൽ 1 ലക്ഷം കുറച്ച് 2.80 വീഡിയോ കാണുമല്ലോ ഇങ്ങനെ വിചാരിക്കും എന്ത് ഓന് ഭ്രാന്തായതോ നമുക്ക് ഭ്രാന്തായതോ. കിളി പോയോ? 1,80,000 കൊടുക്കും. 1,80,000 രൂപയ്ക്ക് വിസ്ട്രോമിൽ നിങ്ങൾക്ക് നിങ്ങൾ കമന്റ് ഇടണം. കമന്റ് ഇടണം. ഞാൻ കമന്റ് ഇടുന്നവർക്ക് ഞാൻ വിചാരിക്കട്ടെ. ഈ വീഡിയോയിൽ മാത്രമല്ല എല്ലാ വീഡിയോയിലും ഇതിനെക്കാട്ടിലും കുറച്ച് കിട്ടണമല്ലോ അവിടെ നിൽക്കട്ടെ. കാരണം കസ്റ്റമറിന് കുറച്ച് കിട്ടണം. നമ്മളെ ആഗ്രഹം അതാണ്. അതെ നമ്മളെടുത്ത് തന്നെ എടുക്കണമെന്നില്ല. അതെ നിങ്ങൾ നോക്കിക്കോളി. അതൊരു ഓപ്ഷൻ. ക്വാളിറ്റി ഉള്ള വണ്ടി നല്ല വില കുറച്ച് കിട്ടണോ അവിടെ നിൽക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചൊരു വീഡിയോയിൽ. പിന്നെ ഇനി നിങ്ങൾക്ക് ക്വാളിറ്റിയിലെ വണ്ടികൾ ഇതേപോലെ കാണണോ? SR മോട്ടോഴ്സ് എന്നുള്ള ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്താൽ ഡെയിലി അപ്ഡേഷൻ 10 രൂപേനെ വണ്ടി കിട്ടും. 1 മില്യൺ ഞാൻ വീഡിയോ ഇട്ടിട്ട് 10 രൂപേനെ വണ്ടി പോയി എന്ന് പറഞ്ഞാൽ 1 മില്യൺ കേറി ഫോളോസ് കൂടി ആളാതെ അടിച്ചു കയറി വാ. നമ്മൾ ഡെയിലി നമ്മൾ പിന്നെ ഓരോ ഗിഫ്റ്റുകൾ ചെറിയ ഗിഫ്റ്റുകൾ വാച്ച് ആയിട്ടും അതൊക്കെ കൊടുക്കുന്നുണ്ട്. എയർപോർട്ടായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. നമ്മുടെ ലാഭത്തിൽ ചെറിയൊരു സംഗതി നമ്മളെ ഫോളോവേഴ്സ് നമുക്ക് മാത്രം പോരാ, മറ്റുള്ളവർക്ക് കിട്ടട്ടെ. സന്തോഷിച്ചുകൊണ്ടേയിരിക്കും. യെസ് അതുകൊണ്ട് പറഞ്ഞു 1.80 കൊടുക്കട്ടോ. വേഗം വന്നോളി. 2023 രണ്ടാം മാസം 22 മോഡൽ. എത്ര നമ്മള് പെരുന്നാളായിട്ട് 1.35-40 ചോദിച്ചിട്ടുണ്ട്. 1.30 കൊടുക്കാം. ഓക്കെ അതുപോലെ തന്നെ എക്സ്പൾസ് ഞങ്ങൾ സിമ്പിളാക്കി പോകാൻ പറ്റൂല. എന്നാലും എക്സ്പൾസ് പെട്ടെന്ന് പറഞ്ഞു പോകാൻ 22 മോഡൽ സിംഗിൾ ഓണർ വെറും 12,000 കിലോമീറ്റർ ഓടി. ഓക്കെ എത്ര ചോദിക്കുന്നത്? ഈ എക്സ്പൾസ് 1.35 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ് പ്രൈസ്. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നത് സ്കൂട്ടിയാണ്. സോറി അത് സോൾഡ് ആണ്. നിലവിൽ ആ വണ്ടികൾ സോൾഡ് ആണ്. അതുകൊണ്ടാണ് അവിടെ മാറ്റി വെച്ചത്. നിലവിൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരുപാട് ആളുകൾ ഇവിടെ വിളിക്കും അഡ്വാൻസ് ആകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിളിക്കുക, പെട്ടെന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ് പറയാനുള്ളത്. പെട്ടെന്ന് നേരിട്ട് ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ അത്രയും നല്ലത്. അതായത് നമ്മളെ ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ടോട്ടി കീശ്ശേരി കുയ്യമ്പറമ്പ് എന്ന് പറഞ്ഞ KK ഓഡിറ്റോറിയത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. നമ്മളെ ഗിവ് അവേന്റെ ലൈവ് റിസൾട്ട് അധികവും നമ്മളെ SR മോട്ടോഴ്സ് എന്നാണ് നമ്മൾ എടുക്കാറ്. എൻ്റെ വീടിന്റെ തൊട്ട് ഏകദേശം അടുത്ത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നാണ് അധികവും നമ്മളെ റിസൾട്ട് കാര്യങ്ങൾ എടുക്കാറ്. അപ്പോൾ നമ്മളെ SR മോട്ടോഴ്സിൽ ഒരു ഓഫർ വണ്ടി കൂടി ഉണ്ട്. നമ്മൾ ഈ ഓഫർ വണ്ടിയെ പറ്റിയും കൂടി നമ്മളൊന്ന് പറയാം. ഓഫർ ഇങ്ങനെ പറയല്ല. നിങ്ങളൊരു മറ്റേ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ. നമ്മള് ചെറിയ ഓഫർ എങ്ങനെ ഓഫർ കൊടുക്കല്? ഒരു 40,000 വണ്ടി ഇപ്പൊ നമ്മൾ നോർമലി ഓഫർ 5,000 ഇടും. നമ്മളിപ്പോ എല്ലാ വണ്ടിയും 5 പറഞ്ഞു. ഇത് നമ്മള് 50% വണ്ടിക്കാരെ ഓഫർ ഇല്ലെങ്കിൽ 50% വണ്ടിക്കാണ് കൊടുക്കാൻ പോകുന്നത്. പെരുന്നാളായിട്ട് വലിയ ഓഫറാണ്. അതായത് എത്രക്കാ കൊടുക്കണം എന്ന് പറഞ്ഞാൽ 40,000 ഈ വണ്ടിക്ക് 40,000 എത്ര? അതായത് 20,000 റുപ്യക്ക് ഈ വണ്ടികൾക്ക് കൊണ്ടുപോകാം. അത് സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ അല്ല, സെക്കൻഡ് ഓണർ. സോറി സെക്കൻഡ് ഓണർ ആണെങ്കിലും 40,000 റുപ്യക്ക് പഠിക്കാനും അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കാനും അല്ലെങ്കിൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. 20,000 റുപ്യാണ് പുച്ഛിച്ച് കളിയൊന്നും വേണ്ടത്. ഡീലർമാരെ എടുത്ത് വെക്കും. ഡീലർമാരെ എടുത്ത് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? നമുക്ക് ഇനി എന്തെങ്കിലും പറയാം? നമ്മൾ പ്രേക്ഷകരോട് നമുക്ക് പറഞ്ഞിട്ടാണ് തീരുന്നില്ല. പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത് നമ്മളെ ഇൻസ്റ്റാഗ്രാം ഇനി അടുത്ത വണ്ടികൾ ഏതൊക്കെ വരാനുള്ളത്? ഇനി അടുത്ത നല്ല കിടിലം വണ്ടി വരാണ്ട് പറയാൻ മറന്നുപോയി. ഓർമ്മപ്പെടുത്തി CBR കേട്ടണേ. CBR 150 പറ്റി കേട്ടു. 150 CBR എന്ന് പറഞ്ഞാൽ നല്ല എൻക്വയറി വന്നോണ്ട് ഒരുപാട് ചെക്കന്മാർ CBR ഉണ്ടോ കണ്ടോ ചോദിക്കാമാർക്ക് ഒരുപാട് CBR എന്ന് പറഞ്ഞാൽ അത്രയും ഫാൻസ് ഉള്ള നമ്മളെ ഈ താഴെ കമന്റ് ഇട്ടോളി.
CBR ഫാൻസ് ഉണ്ടെങ്കിൽ CBR ഇവിടെ കൊണ്ടുവരും. അതായത് ഒരു വണ്ടി ഉണ്ട്. ഒരു ഏതാണ് മോഡൽ 17 മോഡല് ലാസ്റ്റ് ഇയർ 17-18 ശേഷം വണ്ടി ഇറങ്ങിയിട്ടല്ല CBR. അടിപൊളി ഹൈ ക്വാളിറ്റി ബ്ലാക്ക് ബ്ലൂ സ്റ്റിക്കർ 150cc മൈലേജ് ഉള്ള നല്ല അടിപൊളി വണ്ടി കൊണ്ടുപോയിക്കോളി. ആ വണ്ടിന്റെ പ്രൈസ് ഏകദേശം എത്ര ആയിരിക്കും? ഒരു 2017 വണ്ടിന്റെ പ്രൈസ് എത്രയായിരിക്കും? 2017 പ്രൈസ് എന്തായാലും 1 ലാഖിന്റെ ആ ലെവലൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്ക് എത്ര കൊടുക്കാം? ഇതെന്നെ പറഞ്ഞോ. നമുക്കൊരു ഇന്ന് ഫുൾ അനക്ക് കിട്ടുന്നത്. ഇന്ന് എനിക്കാണോ കിട്ടുന്നത്? ഇതിപ്പോ ഞാൻ കച്ചവടം ചെയ്യണ മാതിരിയാണല്ലോ. ഓക്കെ, ഒരു 2017 മോഡല് ഹൈ ക്വാളിറ്റി വണ്ടി, നല്ല ക്വാളിറ്റിയുള്ള വണ്ടി തന്നെ. അതിന്റെ വിഷ്വല് വണ്ടി ഇവിടെ എത്തിയിട്ടില്ല. വണ്ടി നമ്മള് ടയർ കാര്യങ്ങളും ഓക്കെയാണ്. സൺഡേ ടയർ ഓക്കെ അല്ലേ? എല്ലാ ഭാഗവും ഓക്കെ. നമുക്കൊരു 95 ആ ലെവലൊക്കെ കൊടുക്കാം. എങ്ങനെ കസ്റ്റമർ വന്നോട്ടെ ബാക്കി കസ്റ്റമർ പറഞ്ഞോട്ടെ ഓല് പറഞ്ഞോട്ടെ. ഞാനല്ലല്ലോ, ഓലല്ലേ പറയട്ടെ. 90 കൊടുത്താളാ. പിന്നെ നമ്മുടെ അടുത്ത് വേറെ വണ്ടി നമ്മളെ ഈ ഹോണ്ട സമയത്ത് മറ്റേ ഡിയോന്റെ നാവി എന്ന സാധനം ഇറക്കി. ചെറിയ വണ്ടി ഇപ്പൊ പഠിക്കുന്നവർക്ക് ആവട്ടെ, ചെറിയ വണ്ടി ആവട്ടെ, മോഡൽ വണ്ടിയില് നമുക്ക് നാവി പറഞ്ഞൊരു വണ്ടി നമ്മളടുത്ത് വരാണ്ട് സാധനം എത്തിയിട്ടുണ്ട്. നമ്മൾ സർവീസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ പെരുന്നാളിന്റെ 2018 മോഡൽ വെറും 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വെറും 18,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. റോട്ടിലൂടെ അങ്ങനെ പോകുന്ന ആൾക്കാർ എത്തുണ്ടാവും ഇവിടെ ഇങ്ങനെ വർത്തനം പറയണത്. ഞങ്ങളിവിടെ മൈക്ക് കുത്തി ഇവിടെ വീഡിയോ എടുക്കാൻ ആർക്കും അറിയില്ല. നമ്മൾ ഓഫർ കൊടുക്കുക പൊട്ടിച്ച്. അപ്പൊ അത് ആ ഓഫർ എത്ര കൊടുക്കണം നാവിക്ക്? നാവി പറഞ്ഞാൽ വെറും 18,000 രൂപയ്ക്ക് കൊടുക്കുക. വെറും 18,000 രൂപയ്ക്ക് 18 മോഡൽ നാവി 18,000 രൂപയ്ക്ക് ഹോണ്ടന്റെ എഞ്ചിനുള്ള വണ്ടി വേറെ ഏതെങ്കിലും കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടുമോ? ഈ പെരുന്നാൾ കൊട്ടയിലാണ് ഓഫർ ഇടുന്നത്. കൊട്ടയില് കൊടുന്ന് ശരിയാണ്. ഇങ്ങനെ മറിച്ചൊക്കെയാണ്. ഓക്കെ, എന്തായാലും ഇവിടെ നമുക്ക് നിർത്താന്ന് വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒരു ഗസ്റ്റ് കൂടി നമ്മുടെ അടുത്ത് കൂടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ മറുകൂടെ ഇങ്ങനെ നടന്നു പോയതാണ്. നമ്മുടെ ഷോപ്പിന്റെ ഉള്ളില് മറ്റൊരു ഷോപ്പിന്റെ ഡീലർ കൂടെ വന്നിട്ടുണ്ട്. ആ ആളെ കൂടെ നമുക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തിയാലോ? ഓക്കെ, വരി. അതായത് ഒരു വെറൈറ്റി ആളാണ് കേട്ടോ. ഓക്കെ, മുജിക്ക അതായത് നമ്മള് വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ മറ്റൊരു ഷോപ്പിന്റെ ഡീലർ നമ്മളെ ഷോറൂമിന്റെ ഉള്ളിൽ കയറി അങ്ങനെ ഉണ്ടാവും. അതെ, എത്ര വർത്താനം? അടിപൊളി അടിപൊളി. സോറി, അങ്ങനെയല്ല ഞാൻ ചോദിക്കേണ്ടിരുന്നത്. ബൈ, അതെ, ഞാൻ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. കാരണം എന്താ വെച്ചാല് മുജീക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സലാം കവരി എല്ലാം നമുക്ക് മുന്നിരിക്കാം. ഇവിടെ നിന്നിട്ട് പറയാം. വരി, നിങ്ങൾ ഈ വണ്ടിയാണ് നിങ്ങളെ ഫാന് അല്ലേ? ടൂ സ്റ്റോക്കിന്റെ ഇന്ത്യയിലെ രാജാവ്. സബ്സെ ബഡാ ടൂ സ്റ്റോക്ക് ഷോറൂം എങ്ങനെ പറയില്ല, എനിക്കറിയില്ല. ഇന്ത്യ കാ സബ്സെ ബഡാ ടൂ സ്റ്റോക്ക് ഷോറൂം റയർ പിസ്റ്റൺ ഗാരേജിന്റെ ഓണർ മലിക് അല്ലേ? ഞാൻ എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. ഇന്ത്യയിൽ കുറെ ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ ഇതിൽ കൂടി പാസ് ചെയ്യുമ്പോ വണ്ടി കണ്ടപ്പോ ഒന്ന് സ്ലോ ആക്കിയാണ്. 1985 മോഡല് സെക്കൻഡ് ഓണർ വണ്ടി ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഞാനിത് ഗിവ് അവേ കൊടുക്കണേ. കണ്ടില്ല, ഏറ്റവും കൂടുതൽ ഗീവ് അവേ കൊടുത്തത് നമ്മളെന്താ അറിയോ, കുറെ ആൾക്കാരെ കണ്ടിട്ട്. പക്ഷെ ഗീവ് അവേ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളാണ് ഇവര്. ഇവന്റെ അടുത്ത് എന്തെങ്കിലും കിട്ടുന്നുള്ള. ഞാൻ എന്തുകൊണ്ട് ഗിവ് അവേ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ സലാമൊക്കെ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കുട്ടിക്കാലത്ത് മറ്റുള്ളവരുടെ സൈക്കിളിൽ വരെ കയറി നമ്മൾ വണ്ടി വാങ്ങാൻ പൈസ അല്ല, അപ്പൊ മറ്റുള്ളവരുടെ വണ്ടിന്റെ ബാക്കിൽ കയറുക, അങ്ങനത്തെ വണ്ടിന്റെ പുതിയ എടുക്കാൻ അങ്ങനെയൊക്കെ കലിപ്പ് മാറുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ കുറെ ആൾക്കാർക്ക് വണ്ടി കൊടുത്തിട്ട് കലിപ്പ് തീർക്കുന്ന പരിപാടിയാണ്. നല്ലൊരു കാര്യമാണ്. നമുക്ക് വാങ്ങാൻ കഴിയാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെ വാങ്ങാൻ കഴിയാത്ത അതുപോലത്തെ മൈൻഡുള്ള ആളുകൾക്ക് വണ്ടി എത്തിക്കാൻ കഴിയെങ്കിൽ അങ്ങനെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അതിലൊരു പൈസ നമ്മൾ വാങ്ങുന്നില്ല. ഞാൻ കണ്ടു കുറെ ആൾക്കാർ കുറെ കൂപ്പൺ വെക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അവിടെ കയറി ഇത് കണ്ട് പൈക്കിങ്ങിനെ കണ്ട് അതേപോലെ നമ്മളെ ഗിവ് വേക്കിങ്ങിനെ കണ്ട് ഉള്ളിൽ കയറി. അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. ഇപ്പൊ വണ്ടി ഞാൻ കയറിയപ്പോ ഞാൻ പോസ്റ്റോ വണ്ടി ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ കയറിയപ്പോ അത്യാവശ്യം സ്കൂട്ടർ ഉണ്ട്, ATM എല്ലാ വണ്ടികളുണ്ട്. നമുക്ക് താല്പര്യമില്ല 1-2 അഡ്വഞ്ചർ വണ്ടി ഞാൻ നോക്കി. കഴിഞ്ഞത് നല്ല അത്യാവശ്യം മില്യൺ 6-7 മില്യൺ കഴിഞ്ഞിട്ടാണ്. വണ്ടി നല്ല വണ്ടി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ആ വണ്ടിക്ക് വേണ്ടി കാത്തുണ്ട്. മുജീഖാന്റെ ഫാൻസ് ഉണ്ട് താഴെ വന്നിട്ട് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ടൂ സ്റ്റോക്കിന്റെ ഫാൻസ് ഉണ്ട് താഴെ വന്നിട്ട് കമ്മ്യൂണിറ്റി, നമ്മളെ ഫാൻസിന്റെ താഴെ വന്നിട്ട് കമ്മ്യൂണിറ്റി, എല്ലാവരും ഫാൻസും SR മോട്ടോഴ്സിന്റെ എല്ലാവരും ഫാൻസ് ഉണ്ട്. ആർക്കും ഏറ്റവും കൂടുതൽ പവർ നമുക്ക് കാണാം. ഇനി ഒരു കാര്യം കൂടി വരട്ടെ, സ്പ്ലെൻഡർ ഫാൻസിന്റെ താഴെ വന്ന് കമ്മ്യൂണിറ്റി.
സ്പ്ലെൻഡർ കാര്യപ്പെട്ട സാധനമാണ്. ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും സ്പ്ലെൻഡറിനെ ആൾക്കാർ വരുള്ളൂ നിങ്ങൾക്കറിയാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ടാൾക്ക് ഈഗോ അടിച്ചില്ലല്ലോ, കാരണം സ്പ്ലെൻഡറിനെ ഏറ്റവും കൂടുതൽ വരും നമുക്കറിയാം. അങ്ങനെയാണ്. ഹിന്ദിയിലും കൂടി എന്തെങ്കിലും ഒരു ഡയലോഗ് അടിച്ചു നമ്മളെ പ്രേക്ഷകരോട്, ഈ വണ്ടിനെ പറ്റി, വണ്ടി ഇഷ്ടപ്പെടുന്ന പോലെ പറ്റിയൊന്ന് ഹിന്ദിയിലൊരു ഡയലോഗ്. हिंदी भरना पड़े भाई लोग. मैं इधर से निकल रहा था, पुरानी विंटेज कार देखी, मैंने कार देखी, मैं गाड़ी स्लो किया था भाई, हमारी विंटेज किंग ये देखा और भाई हमारे किंग को देखा, तो फिर मैं गाड़ी रुक के मैं अंदर रुका, फिर ये वीडियो बना रहे थे, फिर अंदर घुसा, मैंने गाड़ियाँ देखी, इनके पास अच्छा खासा कलेक्शन है नॉर्मल 4 स्ट्रोक गाड़ियों का. आप देख सकते हो सभी टाइप की गाड़ियाँ हैं. तो ऐसी नॉर्मल गाड़ियों के लिए भाई को SR मोटर्स को फॉलो करें आप. भाई को वीडियो पूरा यूट्यूब वीडियो आएगा, सब पूरा चेक करें आप. सब्सक्राइब करो, सब फॉलो करो, सब फॉलो करो. अब ഇവിടെ വെച്ചിട്ട് നമ്മൾ सब बंद करो. എങ്ങനെയാണ് പറയല്? खत्म. आज का वीडियो यहाँ हम एंड करते हैं. अगले वीडियो के लिए आप वेट करें. ഇവിടെ വെച്ചിട്ട് നമ്മൾ നിർത്താണ്. അപ്പോൾ ഏതാണ് ഹിന്ദിക്കാരൻ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ ചങ്കാണ്, നമ്മളെ റെയർ പിസൺ ഗാരേജിന്റെ ഓണറാണ്. മൂപ്പര് ചെറുപ്പകാലത്ത് നമ്മളെ രാജസ്ഥാനിൽ പോയി അവിടെ വളർന്ന് അവിടെ +2 വരെ പഠിച്ച് +2 വരെ പഠിച്ച ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവിടുത്തെ ലാംഗ്വേജ് കൃത്യമായിട്ട് അത് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഞാനാണ് മലയാളം പഠിപ്പിച്ചു കൊടുത്തോ. ഹിന്ദി മൂപ്പര് എനിക്ക് കുറച്ച് പഠിപ്പിച്ചു തന്നിട്ട് മലയാളമാണ് മൂപ്പര് കൂടുതൽ പഠിച്ചത്. അങ്ങനെ പഠിച്ച് കിട്ടി, മലയാളം പഠിച്ച് കിട്ടി, വീഡിയോ സെറ്റാക്കി കിട്ടി. ഓക്കെ, ഒരുപാട് കഥ പറഞ്ഞിട്ടുണ്ടാവും, ക്ഷമിക്കണം. എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഓക്കെ, ബൈ, താങ്ക് യു ഓൾ.